റെക്കോർഡ് ഉയരങ്ങളിലെത്തി നിൽക്കുകയാണ് സ്വർണ്ണവില. ജനുവരിയിലും ഫെബ്രുവരിയിലും പവനവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. കുതിച്ചുയരുന്ന സ്വർണ്ണവില മാർച്ച് മാസത്തിലെങ്കിലും വലിയ തോതിൽ കുറയുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. തിളങ്ങുന്ന സ്വർണം വാങ്ങാൻ പ്ലാനുണ്ടോ? എങ്കിൽ അതെല്ലാം മറന്നോളൂ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചു പായുകയാണ്. ആശ്വസിക്കാൻ ഒട്ടും വകയില്ല. ഇതെന്തൊരു ഗതികേടെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രതീക്ഷയും തരാതെ വില റോക്കറ്റ് പോലെ കുതിക്കുകയാണ്. തലയിൽ കൈവച്ച് വ്യാപാരികളും ഉപഭോക്താക്കളും. ഇനി സ്വർണം വാങ്ങാൻ എത്ര നൽകണമെന്ന് ചോദിച്ചാൽ കണക്ക് കൂട്ടിയാലും തീരില്ല. ഇനി സ്വർണ്ണവില പവന് 2 ലക്ഷം കടക്കുമോ എന്ന ചോദ്യവും എല്ലാവരും നിർത്തി. കാരണം അടുത്തു തന്നെ അതും സംഭവിക്കും. വിൽക്കാൻ ആരും തിരക്കിടേണ്ട, വാങ്ങാനുള്ളവർ വൈകിക്കുകയും വേണ്ട എന്നാണ് വ്യാപാരികൾ പറയുന്നത്. സ്വർണ്ണവില വമ്പൻ കുതിപ്പിലാണ്. ഫെബ്രുവരി അവസാന ദിവസം കൂടിയായ ഇന്ന് 2320 രൂപയാണ് സ്വർണത്തിന് കൂടിയിരിക്കുന്നത്. വലിയ കുതിപ്പ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണ്ണ വ്യാപാരം. ഇന്ന് 2300 രൂപയിലധികം വർദ്ധിച്ചു. ഇത്രയും രൂപ ഒറ്റയടിക്ക് ഈ മാസം ഉയരുന്നതും ആദ്യമായാണ്. കഴിഞ്ഞ മാസം സമാനമായ രീതിയിൽ വലിയ മുന്നേറ്റവും വലിയ ഇടിവും സ്വർണ്ണവിലയിൽ കണ്ടിരുന്നു. ഒരുപക്ഷെ മാർച്ച് മാസം ഇതിന്റെ തുടർച്ചയായി ഉണ്ടായാൽ വില സർവകാല റെക്കോർഡിൽ എത്തുമെന്ന് തന്നെയാണ് വിപണി വിദഗ്ധർ കരുതുന്നത്. അടുത്ത 12 മാസത്തിനുള്ളിൽ സ്വർണത്തിന്റെ വില ഔൺസിന് 6000-ലേക്ക് എത്തുമെന്നാണ് വിപണി വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. ഇത് ആഭ്യന്തര വിപണിയിൽ ഏകദേശം 10 ഗ്രാമിന് 1,85,000 രൂപയോളം വില വരും. ഭൗമരാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചാൽ ഇടത്തരം കാലയളവിൽ സ്വർണ്ണവില ഔൺസിന് 7,500-ലേക്ക് ഉയരാനും സാധ്യതയുണ്ടെന്നാണ് കണക്കുകളും റിപ്പോർട്ടുകളും പറയുന്നത്. അതായത് നമുക്കറിയാം, റെക്കോർഡ് ഉയരങ്ങളിൽ എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില. ഇനിയും കുതിക്കാൻ തന്നെയാണ് സാധ്യത. ജനുവരിയിലും ഫെബ്രുവരിയിലും പവൻ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലകളിലാണ് എത്തിയത്. കുതിച്ചുയരുന്ന സ്വർണ്ണവില മാർച്ച് മാസത്തിലെങ്കിലും വലിയ തോതിൽ കുറയുമോ എന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. എന്നാൽ ഫെബ്രുവരി അവസാന ദിവസം ഇത്രയും വർദ്ധിച്ചത് ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പവൻ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലകളിൽ എത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ വിപണിയിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. വിവാഹ സീസൺ സമയം കൂടിയാണ് മാർച്ച് മാസം. അതിനാൽ തന്നെ വില കൂടുമോ എന്ന് തന്നെയാണ് ആളുകൾ നോക്കുന്നത്. മാർച്ചിൽ സ്വർണ്ണവിലയിൽ ചെറിയ തോതിലുള്ള മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സ്വർണ്ണ വിപണി വിദഗ്ധർ പറയുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ വേഗത്തിലുള്ള ഉയർച്ചയ്ക്ക് ശേഷം ലാഭമെടുക്കുന്നത് നടക്കുന്നത് സാധാരണമാണ്. ഇത് വിലയിൽ ചെറിയ ഇടിവുണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത് സ്വർണ്ണവില വലിയ കുറവിലേക്ക് രേഖപ്പെടുത്തില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. മാർച്ചിൽ വാങ്ങണോ അതോ കാത്തിരിക്കണോ എന്ന സംശയം നിരവധി ആളുകൾക്കുണ്ട്. എന്നാൽ മാർച്ച് പകുതിയോടെ പലതും സംഭവിക്കാം ഈ സ്വർണ്ണവിലയിൽ. മാർച്ച് ആദ്യവാരങ്ങളിൽ ചെറിയ ഇടിവ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനാൽ ഘട്ടം ഘട്ടമായി വാങ്ങുന്നതാണ് നല്ലത്. അതായത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ 2026-ൽ മുഴുവൻ സ്വർണത്തിന് ചാഞ്ചാട്ട രീതി തന്നെയാണ് കാണുന്നത്. 1 ലക്ഷത്തിന് താഴേക്കൊന്നും സ്വർണ്ണവില എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മാർച്ചിൽ നിർണായകം തന്നെയാണ്. സ്വർണ്ണവില കുത്തനെ ഇടിയുമെന്ന സൂചനകൾ വ്യാപകമായിരിക്കുമ്പോഴും നിലവിലെ സാമ്പത്തിക സ്ഥിതികൾ നോക്കുകയാണെങ്കിൽ വലിയ ഇടിവിന് സാധ്യതയില്ല. ചെറിയ തോതിലുള്ള താഴ്ച മാത്രമാണ് സംഭവിക്കുക. എന്നാൽ അത് സ്ഥിരമായൊരു കുറവ് രേഖപ്പെടുത്തില്ലെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നു. എന്തായാലും മാർച്ചിൽ ചെറിയ തോതിലൊരു ഇടിവ് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് പൊതുവെ അഭിപ്രായങ്ങൾ ഉയരുന്നത്. 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് 1,40,000 രൂപ ചെലവ് വരും. 1 പവൻ പഴയ സ്വർണം വിൽക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപയാണ് ഉപഭോക്താവിനിവിടെ നഷ്ടം വരിക. എന്തായാലും സ്വർണം വാങ്ങുന്നവർ കാത്തിരുന്ന് തന്നെ വാങ്ങണമെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.